നമസ്കാരം, ലൈഫിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തി. പള്ളിപ്പുറത്തെ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് ഫോറൻസിക് പരിശോധന സ്ഥിരീകരിച്ചു. 2006 മുതൽ 2025 വരെ പ്രദേശത്ത് നടന്ന 4 സ്ത്രീകളിലെ കാണാതാകൽ കേസുകളും ഇപ്പോൾ പോലീസ് വീണ്ടും പരിശോധിക്കുകയാണ്. സെബാസ്റ്റ്യനെതിരെ കൂടുതൽ കൊലപാതക സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കും. ജൈനമ്മയുടെ DNA പരിശോധനാ ഫലം ഇതുവരെ പുറത്തുവന്നിട്ടില്ല. പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ പലപ്പോഴും നടത്തിയ പരിശോധനയിൽ കേസിന്റെ ചുരുളഴിക്കുന്ന വിധത്തിലുള്ള ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയായിരുന്നു. ജൈനമ്മ ഉൾപ്പെടെ 2006നും 2025നും ഇടയിൽ കാണാതായത് 40നും 50നും ഇടയിൽ പ്രായമുള്ള 4 സ്ത്രീകളാണ്. ഇവരിൽ 3 പേരുടെ തിരോധാനം നേരിട്ട് വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റ്യൻ എന്ന 68കാരനിലേക്ക് തന്നെയാണ്. 2006ൽ കാണാതായ ബിന്ദു പത്മനാഭൻ, 2012ൽ കാണാതായ ഐഷ, 2020ൽ കാണാതായ സിന്ധു, 2024 ഡിസംബറിൽ കാണാതായ ജൈനമ്മ. ഈ 4 സ്ത്രീകൾക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് അസ്ഥികൂട അവശിഷ്ടങ്ങൾ ലഭിച്ചതോടെ ജൈനമ്മയുടെ കേസ് കൊലപാതകമെന്ന തരത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുൻപ് 2020 ഒക്ടോബർ 19 വൈകിട്ട് അമ്പലത്തിൽ പോയതാണ് തിരുവിഴ സ്വദേശി സിന്ധു. പിന്നീട് സിന്ധുവിനെ ആരും കണ്ടിട്ടില്ല. അർത്തുങ്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സിന്ധുവിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. സെബാസ്റ്റ്യനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടില്ല. ഈ കേസ് ഉൾപ്പെടെ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകളെ തിരോധാന കേസുകൾ വീണ്ടും അന്വേഷിക്കുകയാണ് പോലീസ്. സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആദ്യ തിരോധാനമെന്ന് പോലീസ് കരുതുന്നത് 2006ൽ ബിന്ദു പത്മനാഭന്റേതാണ്. അവസാനത്തേത് 2024ൽ ജൈനമ്മയുടേതും. ഇതിനിടയിലുള്ള കാലയളവിൽ, അതായത് 2006നും 2025നും ഇടയിലുള്ള തിരോധാന കേസുകളാണ് അന്വേഷിക്കുന്നത്. കൂടുതൽ പേരെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് സംശയം. ജൈനമ്മയെ കൊലപ്പെടുത്തിയതായി സെബാസ്റ്റ്യനിൽ നിന്ന് സൂചന ലഭിച്ചുവെങ്കിൽ ബിന്ദു പത്മനാഭന്റെയും ഹൈറുമ്മ എന്ന ഐശ്വര്യയുടെയും തിരോധാനത്തിൽ ഒരു തുമ്പും കിട്ടിയിരുന്നില്ല. 2 തവണ തിരച്ചിൽ നടത്തിയ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ മൂടിയ നിലയിൽ ഒരു കിണർ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഉപയോഗമില്ലാതെ കിടന്നിരുന്ന കിണർ 3 വർഷം മുൻപ് മൂടിയെന്നാണ് സെബാസ്റ്റ്യനിൽ നിന്ന് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ ഇവിടെ പരിശോധന നടത്തും. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസം ഇത് തുറന്ന് പരിശോധന ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വ്യക്തമായ സൂചന. സഹോദരന്റെ പേരിൽ നഗരത്തിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിലും തിരച്ചിലുണ്ടാകും. ഐഷ കേസിൽ കൂട്ടുകാരികളായ 3 സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഐഷയുമായി അടുപ്പമുണ്ടായിരുന്ന റോസുമ, ലൈല, സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകും. ഇതിൽ 2 പേരെ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു. മൂന്നാമത്തെയാൾ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ഹാജരാകുവാൻ നിർദ്ദേശം നൽകിയിരുന്നു. പ്രാഥമിക മൊഴിയെടുപ്പിന് ശേഷം ആവശ്യമെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് വിവരം. DNA പരിശോധനാ ഫലം നടത്തിയാൽ മാത്രമേ 3 കേസുകളിലെ വ്യക്തമായ ഗതി നിർണ്ണയിക്കാനാകുകയുള്ളൂ. ചേർത്തലയിലെ ജൈനമ്മ തിരോധാന കേസിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ ഈ ഇലന്തൂർ മോഡൽ നരബലി സംശയമാണ് ഉയർന്നത്. സെബാസ്റ്റ്യൻ ആഭിചാര ക്രിയകൾ നടത്തിയിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഓരോ തിരോധാനവും നടന്നിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിലാണ്. കാണാതായ സ്ത്രീകളെ ആഭിചാര ക്രിയകൾക്ക് വേണ്ടിയാണോ ഉപയോഗിച്ചിരുന്നതെന്ന സംശയമാണ് ബലപ്പെടുന്നത്. അന്വേഷണം ആ വഴിക്കാണ് പുരോഗമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സംശയങ്ങളിൽ വ്യക്തത വരുത്തുവാൻ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയാണ്. ഇതിനിടെയാണ് രക്തക്കറ കണ്ടെത്തിയതും ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചത്. 6 വർഷത്തെ ഇടവേളയിലാണ് ഓരോ സ്ത്രീയെയും കാണാതായിട്ടുള്ളത്. 2006ൽ ബിന്ദു പത്മനാഭൻ, 2012ൽ സിന്ധു, ജൈനമ്മ, 2024ലാണ് ഇവരെ കാണാതായത്. കുടുംബ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ കാരണം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന സ്ത്രീകളെയാണ് സെബാസ്റ്റ്യൻ ഇരകളാക്കിയിരുന്നത്. ഇലന്തൂർ നരബലി ഈ കേസുകൾക്ക് നിലവിലത്തെ തിരോധാനവുമായി സമാനതകൾ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കുന്നത്. ധ്യാന കേന്ദ്രങ്ങളിൽ പോയിരുന്നയാളാണ് ഈ സെബാസ്റ്റ്യനെങ്കിലും ഇയാളൊരു വിശ്വാസിയായിരുന്നില്ല. കാരണം ഇവിടേക്കെത്തി ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളെ സൗഹൃദമുണ്ടാക്കുവാനും അവരെ തെരഞ്ഞെടുത്തിരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ ധ്യാന കേന്ദ്രങ്ങൾ എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് ബലപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. ശനിയാഴ്ച സെബാസ്റ്റ്യനെ ചേർത്തലയിലെ കടയിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കാരണം ഇവിടെ ഒരു റെഫ്രിജറേറ്റർ വാങ്ങിയിരുന്നു. ഈ റെഫ്രിജറേറ്റർ ജൈനമ്മയുടെ തിരോധാനത്തിന്റെ തലേദിവസമാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇയാൾ ചാത്താൻ സേവ അടക്കം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ മാംസവും രക്തവും ഒക്കെ സൂക്ഷിക്കുവാനായാണോ ഈ ഫ്രിഡ്ജ് വാങ്ങിയതെന്ന സംശയമാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത്. കാരണം ഭാര്യ വീട്ടിൽ നിന്ന് ഈ റെഫ്രിജറേറ്റർ കണ്ടെത്തിയിരുന്നു. പല ഘട്ടങ്ങളിലായി കാണാതായ 4 സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. 40നും 55നും ഇടയിൽ പ്രായമുള്ള കുടുംബത്തിലെ പ്രശ്നങ്ങളുള്ളതോ ഒറ്റയ്ക്ക് താമസിക്കുന്നതോ ആയ സ്ത്രീകളാണ് സെബാസ്റ്റ്യൻ ലക്ഷ്യം വെച്ചത്. 2024ൽ കാണാതായ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ, 2002 മുതൽ കാണാതായ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, 2012ൽ കാണാതായ ചേർത്തല വാരാട് സ്വദേശി ഐഷ, 2020ൽ കാണാതായ ചേർത്തല വള്ളാങ്കുന്നത്ത് സ്വദേശി സിന്ധു എന്നിവരുടെ തിരോധാന കേസുകളാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ പിന്നാലെ പായുന്നത്. ആസൂത്രിതമായ കൊലപാതകങ്ങളാണ് സെബാസ്റ്റ്യൻ നടത്തിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ജൈനമ്മയുടെ കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യൻ അല്പമെങ്കിലും പോലീസിനോട് സഹകരണം കാണിക്കുന്നത്.
ബാക്കി സ്ത്രീകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനിയായി ഇരുന്ന് പോലീസിനെ നോക്കി ചിരിക്കുകയാണ് സെബാസ്റ്റ്യൻ. സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനുമായി ബന്ധമുള്ളവരിൽ നിന്നും ചില വിവരങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നതാണ്. സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഈ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഈ കത്തി, ചുറ്റിക, ഡീസലിന്റെ ഗന്ധമുള്ള കന്നാസ്, പേഴ്സ് എന്നിവയൊക്കെ കണ്ടെത്തിയിരുന്നു. 20 ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ സെബാസ്റ്റ്യൻ വാങ്ങിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു സെബാസ്റ്റ്യന്റെ കാർ. പിടികൂടിയ 20 ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയലും ചെരുപ്പുകളും ഒക്കെ കണ്ടെത്തിയിരുന്നു. ഇത്രയും ഡീസൽ വാങ്ങിയത് എന്തോ കത്തിക്കാനാണെന്നത് വ്യക്തമാണ്. SSLC വിദ്യാഭ്യാസം മാത്രമുള്ള സെബാസ്റ്റ്യൻ ആദ്യം ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായിരുന്നു. പിന്നീട് അംബാസിഡർ കാർ വാങ്ങി ടാക്സി ഓടി. ഇതിനിടയിലാണ് സ്ഥലക്കച്ചവട രംഗത്തേക്ക് ഇറങ്ങിയത്. ഈ കാലയളവിലാണ് കാണാതായി എന്ന് പറഞ്ഞ സ്ത്രീകളുമായി സെബാസ്റ്റ്യൻ ബന്ധം സ്ഥാപിക്കുന്നത്. സെബാസ്റ്റ്യന്റെ ജീവിതവും വീടും എല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ്. ബ്രോക്കർ ജോലിയും സ്ഥിരയാത്രകളും ലോഡ്ജുകളിൽ താമസം പതിവാക്കിയ ആളാണ് ഇയാൾ. ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് ഈ വീട്ടിലേക്ക് എത്താറുള്ളത്. വീടിനോട് ചേർന്ന 2.5 ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല. വനം പോലെ കാട് കയറിയ സ്ഥലത്തിന് നടുക്കുള്ള വീടും ദുരൂഹതകൾ നിറഞ്ഞതാണ്. കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാനയും ആഫ്രിക്കൻ മൂഷി തുടങ്ങിയ മീനുകളെ ഇയാൾ വളർത്തിയിരുന്നു. നാട്ടിലെ അമ്മാവൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. 2 വർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലകളിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 1.25 കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും സെബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നു. ഈ പണത്തിന്റെ ഉറവിടം, പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഇതിനിടെ ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ കുറച്ചുനാൾ മകനൊപ്പം ഉണ്ടായിരുന്ന ജൂലി എന്ന സ്ത്രീയും ഈ മകനും എവിടെയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. റോസമ്മയുടെ അടുത്ത ബന്ധുവെന്നാണ് നാട്ടുകാരോടെല്ലാം ഇവർ പറഞ്ഞത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ജൂലിയെക്കുറിച്ചോ മകനെക്കുറിച്ചോ യാതൊരുവിധ വിവരവുമില്ല. ഇവർ ഇപ്പോൾ എവിടെയാണ്? ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ഇവർ ജീവനോടെ ഉണ്ടോ? ഈ റോസമ്മയുടെ കുടുംബവുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്ന നൌഷാദിന്റെ വെളിപ്പെടുത്തലാണ് ഈ തിരോധാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. റോസമ്മയെ സംശയനിഴലിൽ നിർത്തുന്നത് തന്നെയാണ് നൌഷാദിന്റെ തുറന്നു പറച്ചിൽ. റോസമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ഐഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും വിറ്റതും റോസമ്മ ഇടപെട്ടിട്ടാണെന്നും നൌഷാദ് പറയുന്നുണ്ട്. റോസമ്മയെ പോലെ തന്നെ സെബാസ്റ്റ്യനുമായി അടുത്ത സൗഹൃദവും ആ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുവെന്നും റോസമ്മയെ പോലെ എല്ലാം അറിയുന്ന ഒരാൾ ജൂലിയാണെന്നും നൌഷാദ് പറയുന്നു. ഈ 8ലോ 9ലോ പഠിക്കുന്ന ഒരു മകനാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. കൂടാതെ ഈ വീട്ടിലേക്ക് ഭർത്താവെന്ന്, അതായത് ജൂലിയുടെ ഭർത്താവെന്ന പേരിൽ ഒരാൾ വന്നിരുന്നു. അയാൾ ആരാണെന്നത് നാട്ടുകാർ ആരും കണ്ടിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന സ്ത്രീയെ ഈ ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറം അവർ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയാൻ കഴിയാത്തത്? പല വിവരങ്ങളും ഇവരെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയാൽ പുറത്തു വരുമെന്നൊക്കെ തന്നെയാണ് ഈ നാട്ടുകാരെല്ലാം പറയുന്നത്. അതെ, എന്തുകൊണ്ടായിരിക്കാം റോസമ്മ ഈ പറഞ്ഞ ജൂലിയും മകനും അവിടെ താമസിച്ചിരുന്നു എന്ന ഒരു വിവരം രഹസ്യമായി സൂക്ഷിക്കുന്നത്? ഇപ്പോഴും അവരാരും തന്നെ ഒരു വിധത്തിലും ഒരു മാധ്യമങ്ങളോടും ഈ ജൂലി മകനും തന്നോടൊപ്പം താമസിച്ചിരുന്നു എന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. 2 ഭർത്താക്കന്മാരുടെ മരണശേഷം താൻ ഏകയായാണ് ആ വീട്ടിൽ കഴിയുന്നതെന്നാണ് ഈ റോസമ്മ മാധ്യമങ്ങളോടൊപ്പം പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജൂലി മകനും എവിടെയാണ്? ഇവരുടെ തിരോധാന കേസ് പോലീസ് അന്വേഷിക്കുകയാണോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം.